ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിയെ ചുമ്മാ ചൊറിയാൻ ചെന്നതാണ്. മാന്തി വിട്ടു നമ്മുടെ ഭൂമി. ശരിക്കും ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ ജീവിതം എങ്ങനെയാകണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എൻ്റെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ അറിയാമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഭൂമി. എൻ്റെ ജീവിതം നിങ്ങൾക്കോ നാട്ടുകാർക്കോ ഞാൻ എഴുതി തന്നിട്ടില്ല എന്നും പറഞ്ഞു. ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് തീയാണ്, തീ. അത് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. അതിന് തൊട്ടാ പൊള്ളുവെന്നും വെന്തു പോകുമെന്നും ഭൂമി പറയുമ്പോൾ, നിന്റെ അമ്മയുടെ എല്ലാ കഴിവും നിനക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നന്നായിട്ട് ഡയലോഗ് പറയുന്നുണ്ടെന്ന് അഞ്ജന. പക്ഷെ നീ എന്തു പറഞ്ഞാലും നീ നല്ലവളാകാൻ പോകുന്നില്ല എന്നും നീ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അഞ്ജന പറയുന്നു. ഇവളോ നല്ലവളോ? ഇവളുടെ അച്ഛനും അമ്മയും നല്ലവരായിട്ട് വേണ്ടേ ഇവള് നന്നാവാനെന്ന് ഭവാനി. അന്നേരം വെറും ഒരു കണമോ നിന്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭവാനി പറയാട്ടോ. ഭവാനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം. സ്വന്തമായിട്ട് നിനക്കൊരു വീടുണ്ടോ? വെറും ഒരു ചായക്കട നടത്തുന്ന നിനക്ക് അജയെ വേണമല്ലേ? വല്ലാത്തൊരു മോഹമായി പോയി അതെന്ന് ഭവാനി ഭൂമിയോട് പറയണു. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാരി ആവാനുള്ള യോഗ്യത മാത്രമേ നിനക്കുള്ളൂ എന്നും ഭവാനി ഭൂമിയോട് പറയുന്നു. ഭൂമിയെ മാക്സിമം എരിവ് കയറ്റി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഭവാനി ഉദ്ദേശിക്കുന്നത്. അപ്പം നിന്നോടെ കൂടുതൽ സംസാരിച്ച് നിൽക്കുന്നില്ല, ഞങ്ങൾക്കതിന് സമയമില്ല എന്നും വൈകാതെ എൻ്റെ അജയുടെയും കല്യാണം നടക്കുകയാണല്ലോ, അതിൻ്റെ തിരക്കുണ്ടെന്നും അഞ്ജന ഭൂമിയോട് പറയാം. നിന്നോടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. അജയും നീയും തമ്മിൽ പ്രണയത്തിലാണ്, അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്നൊക്കെ നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നടക്കാത്തതിനാലേ കരഞ്ഞിരിക്കുന്ന നിന്നെ ഒന്ന് കാണാനും കുറച്ച് വർത്തമാനം പറയാനുമായിട്ടാ ഞാൻ വന്നതെന്ന് അഞ്ജന. നീ വെറും ഒരു ചായക്കടക്കാരി, ഒരു ടാക്സി ഡ്രൈവറുടെയും നാടക നടിയുടെയും മകളാണെന്ന് ഭൂമിയെ അവഹേളിച്ച് സംസാരിക്കാം. അതുകൊണ്ട് നിനക്ക് ആഗ്രഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നീ സ്വപ്നം കാണാൻ പാടില്ല എന്നൊക്കെ അഞ്ജന. ഇതൊക്കെ കേട്ട് ഭവാനി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക. നീ സ്വപ്നം കണ്ട അജയ് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണെന്നും എന്നെ സ്വന്തമാക്കാൻ പോവുകയാണെന്നും നമ്മുടെ അഞ്ജന നിന്നങ്ങ് പ്രസംഗിക്കുക. ആ ഒരു രംഗം കൺകുളിർക്കെ കാണാൻ നീ വരണം. എൻ്റെ കല്യാണത്തിന് നീ വരണം. അപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു, മറക്കരുത്, നീ വരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജന ഇങ്ങനെ നിന്ന് പറയാം. വാമേ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കുണുങ്ങി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നമ്മുടെ ഭൂമി ഇതൊക്കെ കേട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഇനി ഭൂമിയെ പിന്നോട്ട് വലിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അങ്ങനെ അഞ്ജന പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയുടെ ഇങ്ങനെ എന്താ പറയുക മെമ്മറിയിലേക്ക് എരച്ച് കയറി വന്നിട്ട് രണ്ടുപേരും അവിടെ നിന്നേ എന്നും പറഞ്ഞു അങ്ങ് ചെന്നില്ലേ. അമ്മയും മോളും വലിയ കുണുങ്ങി പോയതാണ്. എന്നിട്ട് തിരിഞ്ഞിങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഭൂമി. എന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നു, നിവർന്നങ്ങ് നിന്നു. നിങ്ങൾ ഏത് തരക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഭൂമി അന്നേരം പറഞ്ഞു. അഞ്ജന, എന്നിട്ടും നിന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നും അതിന് കാരണം നീ എന്നെ പോലെ ഒരു പെണ്ണായതുകൊണ്ടാണെന്നും ഭൂമി അഞ്ജനയോട് പറയാം. ഭവാനി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു പെണ്ണിൻ്റെ മനസ്സല്ല നിൻ്റേതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ആയിരുന്നെങ്കിൽ നീ എൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ ആക്ഷേപിക്കുമായിരുന്നില്ല, അതുപോലെ അപമാനിക്കുകയില്ലായിരുന്നു എന്നും പറഞ്ഞു. ഭവാനി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാം. എൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും അപ്പുറമായിരുന്നു എന്ന് ഭൂമി പറയാം. ഇനി നിങ്ങൾ രണ്ടുപേരോടും കരുണ കാണിച്ചാലേ എൻ്റെ അച്ഛൻ എന്നോട് പൊറുക്കില്ലെന്നും ഭൂമി പറയാം. ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്നും ഭൂമി ഇവരോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാനൊരു തീരുമാനം അങ്ങ് എടുത്തു എന്ന് ഭൂമി അമ്മയോടും മകളോടും അങ്ങ് പറയുന്നു. ഞാൻ അജയ്യെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നിടത്ത് ഭവാനിയും അഞ്ജനയും നടുങ്ങി വിറച്ചിങ്ങനെ നീക്കുക. നീ തീരുമാനിച്ചാൽ മതിയോ? അതിന് അജയ് സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പം സമ്മതിക്കുമെന്നും അതെനിക്കറിയാമെന്നും നമ്മുടെ ഭൂമി പറയാം. ഭവാനി ഞെട്ടിപ്പോയി. ഭവാനിയുടെ നെഞ്ചത്ത് കയറി നിന്നാണ് നമ്മുടെ ഭൂമി ആ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നത്, അല്ലെങ്കിൽ വെല്ലുവിളി നടത്തുന്നത്. അമ്മയും മോളും നടുങ്ങി അന്തം വിട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിത്. വിവാഹ ദിവസം കതിർ മണ്ഡപത്തിൽ വെച്ച് അജയ് താലി എടുത്ത് കെട്ടുന്നത് അഞ്ജനയുടെ കഴുത്തിലായിരിക്കില്ല, ഈ ഭൂമിജയുടെ കഴുത്തിലായിരിക്കുമെന്ന് ഭൂമിതേ ഭവാനിയെയും മകളെയും വെല്ലുവിളിക്കുക. അമ്മയും മകളും കണ്ണുന്തി പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഞെട്ടിപ്പോയി അന്താളിച്ചിങ്ങനെ നിൽക്കുവാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിപ്പോയല്ലോ അത്. അപ്പം സ്വപ്നം പിന്നെ ആർക്കും കാണാമല്ലോ, അതൊന്നും നടക്കണമെന്നൊന്നുമില്ല എന്നീ ഭവാനി പെട്ടെന്ന് ആ ഒരു ഇതിലിങ്ങനെ പറയുമ്പം ഈ സ്വപ്നം നടക്കും, ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
ഭൂമി ഇവളുമാരെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് ആ കൊടുത്ത കല്യാണക്കുറിയിൽ അഞ്ജനയുടെ പേര് വെട്ടിയിട്ട് ഭൂമിയുടെ പേരെഴുതി ഇവളുമാരുടെ കയ്യിൽ കൊടുത്തു. ഈ ക്ഷണക്കത്തിൽ ചെറിയൊരു തിരുത്ത്. വധുവിൻ്റെ പേര് അഞ്ജന എന്നല്ല, അത് ഭൂമിജ എന്നാണെന്ന് പറഞ്ഞ് അമ്മയ്ക്കും മോൾക്കും അത് തിരിച്ചങ്ങ് കൊടുത്തു. അതേ സ്ഥലം, അതേ മുഹൂർത്തം. ഓക്കെ, അമ്മയും മകളും കല്യാണത്തിന് ഉണ്ടാവണം എന്നും ഭൂമി വരെ വെല്ലുവിളിക്കുക. അപ്പോൾ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു, മറക്കരുത്, നിങ്ങൾ വരണം കേട്ടോ എന്ന് ഭൂമി പറയുമ്പോഴത്തേക്കും 2 തീർന്നു. ഭവാനി ഇങ്ങനെ ഉണ്ടക്കണ്ണം മിഴിച്ചു പിടിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ദേ നമ്മുടെ അഞ്ജന സാഗർന്ന് വെട്ടിയിട്ട് ഭൂമിജ എന്നുള്ള പേരെഴുതി. പിന്നെ കാണിക്കുന്നത് സൗഭാഗ്യപുരം കേട്ടോ. അവിടെ അജയെ കാണാനായിട്ട് നമ്മുടെ വക്കീൽ സാർ എത്തുവാണ്. അപ്പോൾ ഭൂമിയെ കണ്ടായിരുന്നോ നീ എന്ന് ചോദിച്ചു. കണ്ടായിരുന്നു. അവൾ എന്തു പറഞ്ഞു? അവളാടാ ശരി, അവളാണ് ശരി, നമ്മൾ തെറ്റു. ഞാൻ അവൾക്ക് മുന്നിൽ അപ്പം അങ്ങനെ ഒരു ആവശ്യം വെക്കാൻ പാടില്ലായിരുന്നുവെന്ന് അജയ് പറയാം. അത് ശരിയല്ല എന്ന് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ, നീ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെ ഒരു ആവശ്യം വെച്ചത്. എടാ നീ ഒന്ന് തെളിച്ച് പറ, എനിക്ക് മനസ്സിലാകുന്നില്ല, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് വക്കീൽ പറയുമ്പം, എടാ ഭാര്യയായിട്ട് ആക്ട് ചെയ്യാം, പക്ഷെ വിവാഹ മണ്ഡപത്തിൽ വന്ന് താലുകെട്ട് നാടകത്തിന് നിന്ന് തരാൻ പറ്റില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് അജയ് പറയുക. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഞ്ജനയെ ആക്ഷേപിക്കാൻ കഴിയില്ല, അത് ശരിയല്ലെന്ന് അവൾ പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ മുന്നേയും നിന്നോട് പറഞ്ഞത്, അത് ശരിയല്ല എന്നുള്ളത്. അതെനിക്കും അറിയാവുന്ന കാര്യമല്ലേടാ, പക്ഷേ വിവാഹത്തിന് വിശ്വാസ്യത വരണമെങ്കിൽ അങ്ങനെ ചെയ്തല്ലേടാ പറ്റുള്ളൂ. ആൾക്കാർക്ക് വിശ്വാസം വന്നാൽ മാത്രമല്ലേ നിങ്ങളുടെ വിവാഹം നടന്നു എന്ന് അവർ വിശ്വസിക്കത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക. പിന്നെ നീ ഭൂമിയെയും കൂട്ടി വീട്ടിലേക്ക് വന്ന് ഞാൻ ഇവളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടുകാരത് വിശ്വസിക്കണമെന്നില്ലടാ. എടാ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് നീ നിർബന്ധിച്ചപ്പോൾ മനസ്സിലാത്ത മനസ്സോടെ ഞാൻ അതിനൊക്കെ സമ്മതിച്ചത്. പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് അവൾ ഉറപ്പിച്ചു പറഞ്ഞടാ. ഈ കാര്യത്തിൽ നിന്ന് അവൾ പിന്മാറുമെന്നും പറഞ്ഞു. ഭൂമിയുടെ പക്ഷത്ത് തന്നെയാടാ ന്യായം, അവളെ കുറ്റം പറയാനൊന്നും കഴിയില്ല. അവൾ ആരെയും മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കുന്ന കുട്ടിയല്ല. മറ്റുള്ളവരുടെ സങ്കടം അവളുടെ സങ്കടമായി എടുക്കുന്നവളാ. അവളുടെ ക്യാരക്ടർ അതങ്ങനെയല്ലേടാന്ന് ചോദിച്ചു. ഈ വിവാഹ നാടകത്തിന് നിന്ന് തന്നാൽ അവൾ ആഗ്രഹിക്കുന്ന പലതും നടക്കും. എന്നിട്ടും അഞ്ജനയെ അപമാനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാരണത്താൽ അവൾ പിന്മാറിയില്ലേന്ന് ചോദിച്ചു. അഞ്ജനയ്ക്ക് ഭൂമിയെ ഇഷ്ടമല്ല, പിന്നെ ഭൂമി ഒരു ശത്രുവിനെ പോലെയാണ് അവൾ കാണുന്നത്. എന്നിട്ട് പോലും അവൾ അഞ്ജനയെക്കുറിച്ച് ഓർത്തു. ഇങ്ങനെയൊരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പം നിനക്ക് അവളുടെ ക്യാരക്ടറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നിട്ടാണോ ഇങ്ങനെ ഒരു ആവശ്യം പറയാനായിട്ട് നീ എന്നെ അവളുടെ മുന്നിലേക്ക് തള്ളിവിട്ടതെന്ന് ചോദിക്കുമ്പം വേറെ വഴിയൊന്നും കണ്ടില്ലടാ. നിന്നോടുള്ള സിമ്പതി കാരണം സമ്മതിക്കുമെന്ന് കരുതിയെന്ന് പറയുമ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മൾ എന്നെ ചെയ്യും? നിൻ്റെ അഞ്ജനയുടെയും വിവാഹം നടക്കരുത്, അത് മുടക്കണം, അതിനെന്തെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അജയുടെ ഫോണിലേക്ക് കോള് വരിക. ദേ ഭൂമിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. നീ വേഗം ഫോൺ എടുക്കാൻ പറഞ്ഞു വക്കീൽ. ഹലോ, എന്താ ഭൂമി വിളിച്ചേ പറ. അന്നേരം ഭൂമി ഭയങ്കര പവറിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എനിക്ക് സമ്മതമാണ് സാർ, നിങ്ങൾ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും ഞാൻ അംഗീകരിക്കുകയാണെന്ന് ഭൂമി അജയോട് പറയുമ്പോൾ അജയ് നടുങ്ങിപ്പോയി. വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ നമ്മുടെ വിവാഹം നടത്താമെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അത് നടത്താമെന്നും ഭൂമി അജയോട് പറയാം. അയ്യോ അജയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭൂമി നീ എനിക്ക് സാറിനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം, ഇപ്പം തന്നെ കാണണമെന്നും പറഞ്ഞു. ഭൂമി ശരി അവിടെ വെച്ച് കാണാം, ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഭൂമി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് എടാ എന്താടാന്ന് ചോദിച്ചു. എടാ ഭൂമി സമ്മതിച്ചു. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാമെന്ന് അവൾ പറഞ്ഞത്. ഷു കേട്ടോ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീൽ ഭയങ്കര സ്നേഹപ്രകടനം. ഷൂ ഇത് പൊന്നെ ആരെല്ലാം കേൾക്കും, വേഗം വാ നമുക്ക് അവളെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭൂമി പറഞ്ഞെടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ വക്കീലിനാകെ സംശയം, എന്താ പെട്ടെന്ന് അവൾക്ക് ഇങ്ങനെ ഒരു മനമാറ്റം വരാൻ? അറിയില്ല, ഞാൻ പ്രതീക്ഷ കൈവിട്ടതാ, എന്തായാലും ഇന്നൊരു സർപ്രൈസായി പോയെന്ന് പറഞ്ഞു അജയ്. അപ്പോഴേക്കും ഭൂമി അങ്ങോട്ടേക്ക് വന്നു. ഇവരെ കണ്ടപ്പോഴേക്കും ഭൂമി പെട്ടെന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർക്കുക. ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്നത് വലിയ സത്യമാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ ഭൂമി ഇങ്ങനെ ആലോചിക്കും കേട്ടോ. നീ ഞങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞ ആ ഒരു ഇതൊക്കെ. അതിനുശേഷം പിന്നെ അഞ്ജന വന്നു പറഞ്ഞ കാര്യങ്ങൾ, നിൻ്റെ തന്തയെ കത്തിച്ചപ്പോൾ ഈ പാട്ട വണ്ടിയും കൂടി ഇട്ട് കത്തിച്ചുകൂടായിരുന്നു ഒടിയെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഭവാനി പറഞ്ഞ കാര്യം വെറും ഒരു കള്ളനാ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇരച്ച് കയറി വന്നു. അത് മനസ്സിലിട്ടുകൊണ്ടാണ് ഭൂമി അജയുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. ഭൂമി എന്നും പറഞ്ഞ് ഭൂമിയെ വിളിച്ചു. ഇവർ ദേ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ഇവർ ഫുഡ് കഴിക്കാനിരിക്കുന്നു. എന്താ ഭൂമി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് അജയ് അന്നേരം ഭൂമിയോട് ചോദിക്കുക കേട്ടോ. ഇങ്ങനെ മനമാറ്റം ഉണ്ടാകാൻ എന്താ പെട്ടെന്ന് സംഭവിച്ചേ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവങ്ങൾക്ക് ക്ഷാമമില്ലല്ലോ സാർ.
ഓരോ നിമിഷവും അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയല്ലേ എന്ന് ഭൂമി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പെട്ടെന്നാണ് തീരുമാനം എടുത്തതെങ്കിലും വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണെന്ന് ഭൂമി അജയോട് പറയാം. അപ്പോൾ ഭൂമി അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു. ഇനി വാക്കുമാറ്റത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു വക്കീൽ. ഇല്ല, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഭൂമി അന്നേരം പറയാം. അത് കേട്ടപ്പോൾ അജയ്ക്ക് ശ്വാസം നേരെ വീണു. അതുപോലെ തന്നെ വക്കീലിന് സമാധാനമായി. വിവാഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്നും അതിനെ ഒരു നാടകമാക്കി മാറ്റുന്നത് എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നും ഭൂമി പറയുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊക്കെ അതിനെ എതിർപ്പ് കാണിച്ചത്. ചില കാരണങ്ങളാൽ അന്നെടുത്ത ആ ഒരു തീരുമാനം ഞാൻ മാറ്റുന്നു, എനിക്കിപ്പോൾ തിരുത്തേണ്ടി വന്നു എന്ന് പറയുമ്പം എനിക്കറിയാം ഭൂമി, എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണെന്ന് അജയ് ഭൂമിയോട് പറയാം. നമ്മുടെ ഈ വിവാഹം നാടകത്തിൽ എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു രീതിയിലേക്ക് പോകാതിരിക്കാനാണെന്ന് പറയുമ്പം എനിക്കത് മനസ്സിലാകും സാർ. ഈ വിവാഹ നാടകത്തിന് എനിക്ക് സമ്മതമാണെന്ന് ഭൂമി വീണ്ടും അജയോട് പറയണം. പക്ഷേ 2-3 കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് തരണമെന്ന് ഭൂമി അജയോട് പറയുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുവാണേ. ഭൂമി പറഞ്ഞു, നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്നും സ്വാധീനവും നിയമത്തിൻ്റെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നും ഭൂമി പറയുക. എൻ്റെ അമ്മയെ പുറത്തെത്തിക്കാൻ നിയമപരമായി നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ വാക്ക് തരികയാണെന്നും തൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വിവാഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചടങ്ങ് മാത്രമായിരിക്കുമെന്ന് ഭൂമി. നിയമപരമായി ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ല എന്നും, എന്നാൽ ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കുമെന്ന് ഭൂമി പറയുക. നിങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഞാൻ ആ വേഷം ചെയ്യും എന്ന് ഭൂമി ഇങ്ങനെ പറയാം. അപ്പോൾ അത് സന്തോഷമായി നമ്മുടെ വക്കീലിനൊക്കെ. പക്ഷേ അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു യഥാർത്ഥ ദാമ്പത്യ ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് ഭൂമി പറയണം. എൻ്റെ വ്യക്തിത്വത്തെയും അതിരുകളെയും നിങ്ങൾ ബഹുമാനിക്കണമെന്ന് ഭൂമി പറയാം. അപ്പം എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീ അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യം എനിക്കുണ്ടാവണം എന്ന് ഭൂമി അജയോട് പറയണം. ആ ഒരു ഉറപ്പ് എനിക്ക് വേണമെന്നും പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഭൂമി പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുമെന്ന് അജയ്. തൻ്റെ സ്വാതന്ത്ര്യം ഞാനായിട്ട് കവർന്നെടുക്കില്ല, അത് 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്നും അജയ് നമ്മുടെ ഭൂമിക്കും വാക്ക് കൊടുക്കുന്നു. പരസ്പരം അവർ വാക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ആയിരിക്കണം തിരിച്ചു. ഈ വിവാഹം നിയമപരമായി നടക്കുന്നതല്ല. ആധികാരികമായി ഒരു പേപ്പർ പോലും ഇതിലുണ്ടാവുകയില്ല. വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു വിവാഹം മാത്രമായിരിക്കും ഇത്. എന്നെ വിശ്വാസമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പം വിശ്വാസം ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ഭൂമി ചോദിക്കുക. നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെ ഭൂമി ഇങ്ങനെ അജയോട് പറയുന്നു. അഞ്ജന മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ, അല്ലെങ്കിൽ നയനയുടെ മടങ്ങിവരവും വരെ മാത്രമാണ് നമ്മളോട് ഈ ഒരു അഭിനയം തുടരുന്നതെന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അത് മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല, ഞാനത് മറക്കില്ല. അപ്പോൾ ഇവൻ്റെ വീടിനെക്കുറിച്ച് ഭൂമിക്ക് അറിയാമല്ലോ. ആ വീട്ടിലെ മരുമകളായിട്ടാണ് അവിടേക്ക് വരുന്നത്. ആ വീട്ടിലെ ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അതേപടി പിന്തുടർന്ന് ജീവിക്കണമെന്നും കുടുംബത്തിലെ എല്ലാവരെയും ബഹുമാനിക്കണമെന്നും വക്കീല് പറയാം. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുകയാണെന്ന് വീട്ടിലുള്ള ഒരാൾക്കും തോന്നരുതെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ എനിക്ക് അറിയില്ലേ, പറഞ്ഞു തരണമെന്ന് ചോദിച്ചു ഭൂമി അന്നേരം വക്കീലിനോടെ. അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക അവർ രണ്ടുപേരും. ഭൂമിയുടെ മനസ്സിൽ എരിയുന്ന തീ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഭൂമി അത് പറയുന്നുമില്ല. അങ്ങനെ രണ്ടുപേരും എല്ലാ ധാരണകളോടും കൂടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഭൂമി അന്നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭൂമി ഇങ്ങനെ എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് അജയ് ചോദിച്ചു. അപ്പോൾ ഭൂമി, ഞാനീ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നും, എന്നെങ്കിലും 2 വഴിക്ക് പിരിയേണ്ടവരാണ് നമ്മളെന്ന് ഭൂമി പറയുകയാണ്. അപ്പോഴും പുറം ലോകത്തിന് മുൻപിൽ ഭൂമി കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണ് എന്ന് ഭൂമി ഇങ്ങനെ അവരോട് രണ്ടുപേരും പറയുക. സത്യം നമുക്കല്ലേ അറിയൂ എന്നും ഭൂമി ഇങ്ങനെ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ വക്കീൽ ഇങ്ങനെ അജയ് നോക്കുക. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ കെട്ടാൻ ആരാ വരിക എന്നും ഭൂമി ചോദിക്കുന്നു. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇവർക്കുണ്ടാകും ടെൻഷൻ. ചിലപ്പോൾ ഒരു കൂട്ടില്ലാതെ എനിക്ക് ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് കഴിയേണ്ടതായിട്ട് വരും എന്നൊക്കെ ഭൂമി ഇങ്ങനെ ഇരുന്ന് സങ്കടത്തോടെ പറയുന്നു. അതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നും. അതൊക്കെ കേട്ട് ഭയങ്കരമായിട്ടിരിക്കുക. എന്നിട്ടും ഞാൻ ഈ വിവാഹ അഭിനയത്തിന് കൂട്ടു നിൽക്കുകയാണെന്നും, എൻ്റെ മുന്നിലിപ്പോൾ ഞാനില്ല എന്നും, എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നും ഭൂമി ഇവരോട് പറയുക കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്
ഞാൻ ഈ വേഷം കെട്ടുകയാണെന്ന് ഭൂമി ഇവരോട് രണ്ടുപേരോടുമായിട്ട് സങ്കടത്തോടെ ഇരുന്ന് പറയുന്നു. എൻ്റെ അമ്മയെ എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറക്കണമെന്നും അതിന് കൂടെ ഉണ്ടാവണമെന്നും ഭൂമി പറയാം. അപ്പോൾ വാക്ക് മാറ്റരുത് എന്ന് അജയ് പറയുമ്പോൾ, ഇല്ല ഭൂമി, ഒരിക്കലും ഞാനായിട്ട് വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും ആ ഒരു ഉറപ്പ് അജയ് ഭൂമിക്ക് കൊടുക്കുക. അത് മതി ഭൂമിക്ക്. അപ്പം ഞാൻ നിങ്ങളെ 100% വിശ്വസിക്കുകയാണെന്നും വിവാഹം നടക്കട്ടെ എന്നും ഭൂമി അജയോട് പറയാം. ഞാൻ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കാമെന്നും ഭൂമി ഇങ്ങനെ അജയ്ക്ക് വാക്ക് കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കൈ കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.